ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അജയും ഭൂമിയും വിവാഹിതരാവാണ്. അഞ്ജനയെ വിവാഹം കഴിക്കേണ്ടി വരുമെന്ന് കരുതി അതിനു മുമ്പേ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാം. ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ മറ്റൊരു വഴിയില്ലെന്ന് അജയ് അൻഫോൺസയോട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മനസ്സിൽ ഒരു പെൺകുട്ടിയുണ്ട്, എത്ര പണം വേണമെങ്കിലും കൊടുക്കാമെന്ന്. അങ്ങനെ അൻഫോൺസ അജയെ കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ തനിക്ക് ഭൂമിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അവൾ ഈ വിവാഹത്തിന് ഒരു കരാർ വിവാഹം മാത്രമായിരിക്കും. എല്ലാവരുടെ മുമ്പിൽ ഞങ്ങൾ ഭാര്യയും ഭർത്താവുമായിരിക്കും. എന്നാൽ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാ നയനയെ മറന്ന് എനിക്ക് മറ്റൊരു ജീവിതം ജീവിക്കാനാവില്ല. ഈ കാര്യം എങ്ങനെയെങ്കിലും ഭൂമിയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അങ്ങനെ അജയ് ഭൂമിയോട് തനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവളോട് സംസാരിക്കുക, അജയെ വിവാഹം കഴിക്കാൻ എനിക്ക് ഒരിക്കലും ആവില്ല. അഞ്ജനയെന്നല്ല ഏതൊരു പെൺകുട്ടിയെയും വിവാഹം കഴിക്കാൻ എനിക്കാവില്ല. ഞാൻ മനസ്സുകൊണ്ട് സ്നേഹിച്ച് വിവാഹം കഴിച്ച ഒരാളുണ്ട്. അവൾ എവിടെയാണോ, എന്ത് സംഭവിച്ചോ എന്ന് പോലും അറിയില്ല. എവിടെയാണെങ്കിലും അവൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കാണ്. അങ്ങനെ ഭൂമിയോട് അജയ് നയനെക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറയാണ്. ഭൂമി, നീ എൻ്റെ ഭാര്യയായിട്ട് നീ വരണം ആ വീട്ടിലേക്ക്. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ലെങ്കിലും എല്ലാവരുടെ മുമ്പിലും അതാ നിൻ്റെ അമ്മയെ രക്ഷിക്കാനുള്ള പണം ഞാൻ തരാം നിനക്ക്. അതിന് നീ എനിക്കൊരു സഹായമായിട്ട് ചെയ്തു തന്നാൽ മതി. ഒരു വർഷം എൻ്റെ ഭാര്യയായിട്ട് ആ വീട്ടിൽ നിന്നാൽ മതി, മറ്റൊന്നും എനിക്ക് വേണ്ട. അജയുടെ വാക്കുകൾ കേട്ടതും ഭൂമിയാകെ സങ്കടത്തിലാവാണ്. എന്ത് വില കൊടുത്തും തൻ്റെ അമ്മയെ രക്ഷിക്കണം. അതിനുവേണ്ടി അജയും അൻഫോൺസയും പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഭൂമി ഈ വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ട്. ലക്ഷ്മി അടുത്ത് വന്ന് അവൾ കരയുന്നുണ്ട്. എന്താ ഭൂമി, എന്താ പറ്റിയത്? അങ്ങനെ ലക്ഷ്മി അടുത്തിയോട് അവൾ എല്ലാ കാര്യങ്ങളും പറയാണ്. ആ സമയം നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയാണ്. ശരിക്കും ഈ ഒരു വിവാഹം കരാർ വിവാഹമാണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നാവാൻ പറ്റിയ ഒരിതാണെങ്കിലോ നിങ്ങൾ എന്തോ ഒരു ബന്ധമുള്ള പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊന്നുമല്ല ലക്ഷ്മിച്ചി, ഈ അഞ്ജനെ വിവാഹം കഴിക്കാൻ അജയ് സാറിന് തീരെ താല്പര്യമില്ല. അതിലൊരു രക്ഷപ്പെടൽ. ആ സൗഭാഗ്യപുരത്തെ മുത്തശ്ശി ഇവരൊക്കെ എന്നെക്കുറിച്ച് എന്ത് കരുതും? അവർക്കാർക്കും അറിയില്ലല്ലോ ഇതിങ്ങനൊരു വിവാഹമാണെന്ന്. അവരെ ഭൂമിയും അജയും തമ്മിൽ പ്രണയത്തിലാണെന്ന് കരുതിക്കോളും. തൽക്കാലം അമ്മയെ രക്ഷിക്കേണ്ട മോളെ. അങ്ങനെ ലക്ഷ്മിയെടുത്തിയുടെ മുമ്പിൽ ഭൂമി ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം, തൻ്റെ കൂടെ നിൽക്കാനും ലക്ഷ്മിയെടുത്തി അല്ലാതെ മറ്റാരുമല്ലെന്ന് ഭൂമിക്കറിയാം. അങ്ങനെ ഒടുവിൽ അജയുടെ ആ ഒരു കാര്യത്തിന് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വരികയാണ്. അജയ് ഇപ്പുറത്താണെങ്കിലോ സൗഭാഗ്യപുരത്ത് അഞ്ജലിയുടെ വിവാഹം തകൃതിയായി ആഘോഷമാക്കാൻ വേണ്ടി അവരെല്ലാവർക്കും ഇൻവിറ്റേഷൻ കാർഡൊക്കെ അയക്കുന്നുണ്ട്. അങ്ങനെ വിവാഹത്തിന് ഡ്രസ്സുകളും ഗോൾഡൊക്കെ എടുക്കാൻ പോകുന്ന ദിവസം അജയും വരാമെന്ന് സമ്മതിക്കാൻ അവൻ്റെ കൂടെ ഭൂമിയും ഉണ്ടാവും. ഇവളെയും കൂട്ടി ഇവൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഭവാനിക്കും അഞ്ജനയ്ക്കും. ഭൂമിയെ കണ്ടതും സംഗീതക്കും മുത്തശ്ശിയൊക്കെ വലിയ സന്തോഷമാവാണ്. അങ്ങനെ ഭൂമി കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഭൂമിക്കും ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ അജയ് എവിടേക്ക് വന്നത് പോലും ഭൂമിക്ക് ഡ്രസ്സുകൾ എടുക്കാനായിട്ടായിരിക്കും. എന്നാൽ മുത്തശ്ശിയും ഒക്കെ കരുതുന്നത് അവിടേക്ക് വന്നത് ഇങ്ങനെ അഞ്ജനയുടെ ഡ്രസ്സ് എടുക്കാനാണെന്നാണ്. എന്നാൽ സംഗീതയുടെ മനസ്സിൽ തന്നെ വല്ലാത്തൊരു വേദനയുണ്ട്. തൻ്റെ മകന് ഒട്ടും ഇഷ്ടമല്ല ഈ വിവാഹം. ഈ വിവാഹത്തിന് അവൻ എങ്ങനെയെങ്കിലും പിന്മാറുമെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് ഏത് സമയം ഒരു മ്ലാനത ഉണ്ട്. ആ സമയം അച്ഛൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. അജയിൻ്റെ അച്ഛൻ വന്ന് ചോദിക്കും, എന്താ സംഗീത, നിനക്കിത് എന്ത് പറ്റി? കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട് നിൻ്റെ മുഖത്തെ ഈ വിഷമം. ഒന്നുമില്ല. എന്നാലും എന്താ ഉണ്ട്, നീ എന്നോട് പറ. എനിക്കെന്തോ ഒരു തോന്നൽ മാധവേട്ട, അജയ്ക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമില്ലെന്ന് ആര് പറഞ്ഞു? ഇഷ്ടമില്ലായിട്ടാണോ അവന് മോതിരമാറ്റം നടത്താൻ വേണ്ടി സമ്മതിച്ചത്? അതുപോലെ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതുപോലും ഇഷ്ടമില്ലാണ്ടാണോ? എല്ലാം അവനെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. എനിക്കെന്തോ വല്ലാതെ ഭയം തോന്നുന്നു. നീ പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. അജയ് വിവരമുള്ളവനല്ലേ. അവനൊരിക്കലും നിന്നെയും എന്നെയൊന്നും പറ്റിച്ചോണ്ട് മറ്റൊരുത്തിയെ കൂട്ടി ഇങ്ങോട്ട് വരില്ല. എന്നാലും അവൻക്ക് ഇഷ്ടമില്ലാത്ത ഈ വിവാഹം വേണ്ടായിരുന്നു. ആര് പറഞ്ഞു ഇഷ്ടമില്ലെന്ന്? അതൊക്കെ നമ്മുടെ തോന്നലല്ലേ. ഈ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി അജയും അഞ്ജനയുടെയും വിവാഹം നടക്കണം, അതല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് അയാൾ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമാട്ടോ വിവാഹം. അഞ്ജനയുടെ വിവാഹത്തിൻ്റെ ആ ഒരു തലേ ദിവസമാണ് അജയുടെയും ഭൂമിയുടെയും വിവാഹം നടക്കുന്നത്. അങ്ങനെ ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ ആയിട്ട് അജയും അൻഫോൺസയും കൂടെ ലക്ഷ്മിയുടെയും ഭൂമിയും താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഇതെട്ടോണ്ട് നാളെ കൃത്യം 10 മണിക്ക് അമ്പലത്തിലേക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ്. അങ്ങനെ സങ്കടത്തോടെ ആണെങ്കിലും ഭൂമി തൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി തന്നെ ആ ഒരു തീരുമാനത്തിലെടുക്കാണ്. നല്ല ഭംഗിയുള്ള സാരിയും ഓർണമെൻറ്റ്സ് എല്ലാം എടുത്ത് ഒരു ദേവതയെ പോലെ ഭൂമി വരുന്നത് കാണുമ്പോൾ ആ
അവളെ തന്നെ ഇമ വെട്ടാതെ നോക്കി നിന്നു പോവാണ് അജയ്. അങ്ങനെ അവർ അമ്പലത്തിലേക്കായിട്ട് പോവാട്ടോ. ലക്ഷ്മി മാത്രമാണ് കൂടെയുള്ളത്. അച്ഛൻ്റെ ഫോട്ടോക്കരികിൽ വന്ന് പ്രാർത്ഥനയോടെ അവൾ കൈകൂപ്പി നിൽക്കുന്നുണ്ട്. അച്ഛ, അമ്മയെ രക്ഷിക്കാൻ മറ്റൊരു വഴി ഞാൻ കണ്ടില്ല, എനിക്കിതല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ കൈകൂപ്പി നിൽക്കായിരിക്കും. അങ്ങനെ അച്ഛനോടെല്ലാം സമ്മതം ചോദിച്ച് അവൾ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് സൗഭാഗ്യപുരത്തുള്ള എല്ലാവരും അമ്പലത്തിൽ താലി പൂജിക്കാനും മറ്റുമായിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടാവും. ഒരു സൈഡിൽ ഇവിടെ പൂജ നടക്കുന്നു, മറ്റേ സൈഡിൽ അജയും ഭൂമിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നു. എന്നാൽ രണ്ടു കൂട്ടരും പരസ്പരം കാണുന്നില്ല. അൽഫോൺസ ഇത് കാണുന്നുണ്ട്. അവരെ അജയും ഭൂമിയുടെ കരികിലേക്ക് വരാതെ അവനെല്ലാം താലിക്കെട്ട് കഴിയുന്നത് വരെ ആരും ഒന്നും അറിയരുത്, അതിനു വേണ്ടി തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുന്നുണ്ട്. അങ്ങനെ പേപ്പേഴ്സിലെല്ലാം ഒപ്പുവെച്ച് അജയും ഭൂമിയും തമ്മിലുള്ള ആ ഒരു താലിക്കെട്ട് ചടങ്ങ് വളരെ ഭംഗിയായിട്ട് നടക്കുകയാണ്. ഒടുവിൽ അജയ് ഭൂമിയുടെ കൈ പിടിച്ച് കാറിൽ കയറ്റി തൻ്റെ വീട്ടിലേക്ക് സൗഭാഗ്യപുരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ലക്ഷ്മിയടുത്തിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. തൽക്കാലം അമ്മയൊന്നും അറിയേണ്ട ലക്ഷ്മിയടുത്തി, എനിക്ക് അമ്മയെ രക്ഷിക്കണം, എന്നിട്ട് ഈ അമ്മയോട് എനിക്കെല്ലാം തുറന്ന് പറയണം. മോളെ, ഇനി എന്തായാലും സന്തോഷമായിട്ട് ഇരിക്കണം, നീ എപ്പോഴും ഈ ലക്ഷ്മി ചേച്ചിയെ വിളിക്കണം. അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവളെ യാത്രയാക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. അവളുടെ യഥാർത്ഥ അമ്മ ആ അമ്പലനടയിലുണ്ടാവും. ഭൂമിയെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ച് അവൾക്ക് താലി എടുത്തു കൊടുക്കുന്നത് പോലും ആ അമ്മയായിരിക്കും. അബദ്ധത്തിൽ താലി താഴെ വീഴുന്ന സമയത്ത് നിലത്ത് വീഴാതെ അത് കൈകളിൽ പിടിക്കുന്നത് അവളുടെ അമ്മയാണ്, അവളുടെ പെറ്റമ്മ, അവളുടെ സ്വന്തം അമ്മയാണ്. മകളെ തിരിച്ചറിഞ്ഞെങ്കിലും അവർ ആശീർവദിക്കുന്നുണ്ട് മനസ്സ് നിറയെ. എന്നാൽ ആ മറച്ച് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ അവർ ഒരുക്കമായിരുന്നില്ല. സത്യദാസിനെയും കാണുമ്പോഴും അവർ ഇമ വെട്ടാതെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ മുഖം കാണാത്തതുകൊണ്ട് സത്യദാസിനും തൻ്റെ ഭാര്യയെ മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു ട്വിസ്റ്റും കൂടെ ഈ അമ്പലത്തിൽ ഈ വിവാഹ ദിവസം നടക്കുന്നുണ്ട്. അതിനുശേഷം അജയ് ഭൂമിയും കൊണ്ട് സൗഭാഗ്യപുരത്ത് ചെന്ന് ഇറങ്ങാണ്. ഭൂമിയെ കൈപ്പിടിച്ച് ആ ഉമ്മറത്പടിയിൽ വന്ന് നിൽക്കുമ്പോൾ അഞ്ജനയാണ് ആ കാഴ്ച ആദ്യം കാണുന്നത്. പരസ്പരം മാലയണിഞ്ഞ് കഴുത്തിൽ താലിയുമായി നെറ്റിയിൽ സിന്ദൂരമായി വന്നു നിൽക്കുന്ന ഭൂമിയെ കണ്ടതും ഒരു നിലവിളിയോട് കൂടെ അവളുടെ കയ്യിലുള്ള താലം താഴേക്ക് വീഴാണ്. ശബ്ദം കേട്ട് എല്ലാവരും ഓടി വരുന്നുണ്ട്. അപ്പോൾ കണ്ട കാഴ്ച അവർ ഞെട്ടിപ്പോയി. അജിയും ഭൂമിയും വിവാഹിതരായി ഉമ്മറത്ത് വന്ന് നിൽക്കുന്നു. ആ സമയം അജിക്കരികിലേക്ക് പാഞ്ഞു വരുന്നുണ്ട് മാധവനും സത്യദാസും. എന്താ അജയ്, എന്താ നീ കാണിച്ചു വെച്ചത്? നിന്റെ വിവാഹമാ നാളെ, നിന്നെ പ്രതീക്ഷിച്ച് ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ട്. എന്നാലും നീ എന്ന് പറയാ എനിക്കിഷ്ടമല്ല, അഞ്ജനയെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടും ദേ ആ നിൽക്കുന്ന അഞ്ജനയോടും അവളുടെ അമ്മയോടും 100 തവണയെങ്കിലും ഞാൻ പറഞ്ഞു കാണും. അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഭൂമിയെ ചതിക്കാൻ എനിക്കാവില്ല, ഞാൻ അവളെ വിവാഹം കഴിച്ചു. എന്നാൽ സത്യദാസിൻ്റെ മറ്റൊരു മുഖം ഭൂമി കാണുകയായിരുന്നു. ഇത്രയും കാലം മകളെ പോലെ സ്നേഹിച്ച സ്വന്തം അച്ഛനെ പോലെയാണ് ഭൂമി സത്യദാസിനെ കണ്ടത്. എടി, നിന്നെ ഞാൻ ഇങ്ങനെയൊന്നും കണ്ടില്ല ഭൂമി, നീ എല്ലാവരെയും ചതിച്ചു, ഈ എന്നെ ചതിച്ചു. നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ ഈ വീട് പടിക്കൽ കയറിപ്പോകരുത്, നീയുള്ള ഈ വീട്ടിൽ ഞാൻ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മകൾ ദേ ഈ നിൽക്കുന്ന അഞ്ജനയാണെന്ന് പറഞ്ഞ് അവളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആകർഷിക്കാട്ടോ, ഇറങ്ങിപ്പോടി എന്ന് വരെ പറയുന്നുണ്ട്. അങ്ങനെ അഞ്ജലിയും കൈപ്പിടിച്ച് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് സത്യദാസ്. എല്ലാവരും വിഷമത്തിലാണ്. മുത്തശ്ശിക്ക് ആകെ ശരീരം തളർന്ന പോലെ തോന്നി. ഈ കുടുംബം ചിന്ന ഭിന്നമായി പോയോ എന്ന് പോലും മുത്തശ്ശി സംശയത്തോടെ അവിടെ സോഫയിൽ തളർന്നിരിക്കുകയാണ്. എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഭൂമിയെയോ അജിയെയോ ആരും അകത്തേക്ക് സ്വീകരിച്ചില്ല. എന്നാൽ സംഗീതക്ക് അതൊരിക്കലും തൻ്റെ മകനെ മാറ്റി നിർത്താൻ ഒരിക്കലും ആവില്ലായിരുന്നു. അവൾ പെട്ടെന്നകത്തേക്ക് പോയി ആരതിയും നിലവിളക്കുമായിട്ട് വരികയാണ്. എന്നിട്ട് ഭൂമിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആരതിവിന് 2 പേരെയും അകത്തേക്ക് സ്വീകരിക്കാണ്. നിങ്ങളെ 2 പേരെയും എനിക്കൊരിക്കലും ഉപേക്ഷിക്കാനാവില്ല. ആരും എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ ഞാൻ ആരതി സ്വീകരിക്കും. അതും മാധവനോട് പറയുന്നുണ്ട്. മാധവൻ പറയും നീ എന്തെന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാണ്. എന്നാൽ സംഗീത 2 പേരെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഭൂമിയോട് പറയും ഞാനൊരിക്കലും നിന്നെ മരുമകളായിട്ട് സ്വീകരിച്ചുകൊണ്ടല്ല, ഇതെൻ്റെ മകനാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിച്ചത്. നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷേ ഈ ഒരു ചതി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ആ സംഗീതയുടെ ആ ഒരു വാക്കുകൾ കേട്ടതും ഭൂമിക്ക് വിഷമം തോന്നിയെങ്കിലും തല കുനിച്ച് അവൾ നിൽക്കുമ്പോൾ അജയ് പറയും ഇതൊന്നും കേട്ട് നീ വിഷമിക്കേണ്ട, അമ്മ ഒരു പാവ. അമ്മയോട് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കറിയായിരുന്നു ഈ വിവാഹം നടക്കില്ലെന്ന്. ഇനി മുത്തശ്ശിയൊക്കെ നിന്നെ ഇഷ്ടപ്പെടും, ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരും, വാ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൈപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മുത്തശ്ശിയെ ഭൂമി നോക്കുമ്പോൾ അവർ മുഖം കുനിച്ച് അവളെ പോലും നോക്കാതെ നിൽക്കുന്നു.
നിൽക്കുന്നുണ്ട്. അവൾക്ക് ഒരുപാട് വിഷമം തോന്നുക മുത്തശ്ശി എന്ന് വിളിച്ചവൾ അരികിലേക്ക് വരുമ്പോൾ മുത്തശ്ശി മുഖം അങ്ങ് ദേഷ്യം കൊണ്ട് മറക്കുന്നുണ്ട്. നിന്റെ മുത്തശ്ശിയോ ഞാനോ? നീ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്. ഞാൻ നിന്റെ ആരുമല്ല. ഞാൻ നിന്റെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നീ ഈ പണി ചെയ്യുമായിരുന്നോ? ഇല്ലല്ലോ. എന്നാലും ഒരു വാക്ക് ഇവനിക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ ഇവനിക്കത് തുറന്ന് പറയായിരുന്നു. ഞാൻ എല്ലാവരോടും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശി ഒഴികെ. മുത്തശ്ശിയുടെ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ ഈ കാര്യം അധികം വൈകാതെ മുത്തശ്ശിയോട് തുറന്നടിക്കാനത്. എന്നാൽ അഞ്ജനയോടും ഭവാനി അമ്മായിയോടും എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അജയ് പറയാണ്. അങ്ങനെ ആ സമയം ഭവാനി ഭൂമിയെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അഞ്ജനയുമായിട്ട് പോയ സത്യദാസ് അഞ്ജന പിന്നെ അമ്മയെ വിളിക്കുന്നുണ്ട്. മോളെ ഇനി മുറുകെ പിടിക്കണം. അച്ഛൻ്റെ സ്ഥാനത്ത് നിർത്തിയിട്ട് അയാളുടെ എല്ലാ സ്വത്തുകളും നീ നിൻ്റെ പേരിലാക്കണം. അതാണ് വേണ്ടത്. ഭൂമിക്കെതിരെ അയാളെ തിരിക്കണം. ഒരിക്കലും അവർ ഒരുമിക്കാൻ പാടില്ല. അവളെ അത്രയും വെറുക്കണം. ഇത്രയും കാലം ഒരു അച്ഛനും മകളുമായിട്ട് അഭിനയിച്ച് നടന്നവരല്ലേ. അവൾക്ക് അതിനുള്ള പണി കിട്ടണം. അങ്ങനെ അമ്മയും മോളും അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കടോ. അഞ്ജനയും അവിടെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് അവിടെ അഭിനയിക്കുന്നുണ്ടാവും. അങ്ങനെ ഓരോ ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സത്യം അഞ്ജനയും. അഞ്ജനയുടെ ഓരോ പ്രവൃത്തി അയാളങ്ങ് ഇഷ്ടപ്പെട്ടു പോവുകയാണ് കേട്ടോ. അങ്ങനെ അഞ്ജന ചതിക്കാണെന്നും ഭവാനി ചതിക്കാണെന്നും സത്യദാസിനെ മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഭൂമിയെ കാണാനായിട്ട് ഭൂമിയെ കാണേണ്ടി വരുമെന്ന് കരുതി സൗഭാഗ്യപുരത്തേക്ക് പോലും വരുന്നില്ല. ഒരിക്കൽ വരുമ്പോൾ ഭൂമിയെ ദേഷ്യത്തിൽ ഭൂമി കൊടുത്ത ചായ പോലും കുടിക്കാതെ അത് തട്ടിത്തെറിപ്പിക്കുന്ന സത്യദാസാണ്. ഇത്രയേറെ തന്നെ വെറുക്കാൻ ഇദ്ദേഹത്തിന് കഴിയുമോ എന്ന് പോലും ഭൂമി ആകെ സങ്കടപ്പെട്ട് നിൽക്കാട്ടോ. ആരിഷ്ടപ്പെട്ടിട്ടോ ഭൂമിയെ വല്ലാതെ വെറുക്കുക സത്യദാസ്. അവളെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഒരു സാഹചര്യത്തിൽ ഭൂമിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സത്യദാസ്. ആ ഒരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.